ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങോട്ട് നോക്കിയേ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കാനുള്ള ഒരു നല്ല രുചികരമായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടിയിട്ട ഒരു കറി, ആലു മട്ടർ എന്ന് പറയും. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ കസൂരി മേത്തി ഉണ്ട്, 2 സവാള അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട്. ഈ ഗ്രീൻ പീസ് താണ്ട ഞാൻ മേടിച്ച ബ്രാൻഡ് തന്നെ ഇതാണ്. ഇത് നല്ലതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത് കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മലയാളികൾക്ക് കടുകെണ്ണ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് റീഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇത് ഞാൻ കടുകെണ്ണ ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ചെന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലുമാണിത്. അപ്പോൾ ഇതിൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങ് ചൂടാക്കണം. ചൂടാക്കി ഇതിൻ്റെ ആവി നന്നായിട്ട് മേളിലോട്ട് പോകുമ്പോൾ ആ സ്മെല്ലെല്ലാം അങ്ങ് പോകും. പിന്നെ സിമ്മിൽ വെച്ചിട്ട് നമ്മളിതിനകത്തേക്ക് 1 സ്പൂൺ ജീരകം ഇടണം. നല്ലോണം 1 സ്പൂൺ ജീരകം ഇട്ട് ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയെല്ലാം ചേർക്കാം. ഞാൻ ഈ സൺഡ്രോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലേ. മറ്റ് കറികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം ജീരകം ഇങ്ങനെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ഇടും. അതിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വാടി അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. കളർ ചേഞ്ചായി വരുന്ന സമയത്തിന് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇടും. ആ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വന്നു കഴിയുമ്പോൾ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്തു. അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതങ്ങ് ഉടഞ്ഞ് ഒരു കുഴമ്പ് പരുവത്തിൽ മെൽറ്റായി കിട്ടും. നമ്മൾ ആ പാകം ആവും കഴിയുമ്പോൾ നമ്മളിതിനകത്തോട്ട് 1 സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും അതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി വരണ്ട് എണ്ണ തെളിഞ്ഞ് വരണം. എല്ലാ നോർത്ത് ഇന്ത്യൻ കറികളുടെയും ടേസ്റ്റിൻ്റെ ഒരു ഘടകമാണ് എണ്ണ തെളിയുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റുക എന്നുള്ളത്. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ വെജിറ്റബിൾസ് നമ്മൾ അങ്ങോട്ടങ്ങ് ഇടുവാണ്. വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വെജിറ്റബിൾസും ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിയിക്കണം. എന്നാൽ ഒരു ഹാഫ് കുക്ക് ഇതിൽ തന്നെ ആയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നു. ഇനി നമ്മൾ ഇതിനേക്ക് ആവശ്യമായിട്ട് വേവാനുള്ള വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. രണ്ടും എളുപ്പം വേവുന്ന സാധനങ്ങളാണല്ലോ, ഗ്രീൻ പീസും ഇതും. ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. കണ്ടോ, ഈ പാകമായി വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനിയും ചേർക്കുന്നത് 2 സ്പൂൺ കസൂരി മേത്തി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത്. ഇത് കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്, കടയിൽ മേടിക്കാൻ കിട്ടും. ഇത് നല്ല ഫ്ലേവർ കിട്ടും. നോർത്ത് ഇന്ത്യൻ കറികൾക്കൊക്കെ നല്ലൊരു മണം കിട്ടാനും അതിൻ്റെ ടേസ്റ്റിനെ ഒരു ടേസ്റ്റ് മേക്കറാണ്. നമ്മൾ കായമൊക്കെ ചേർക്കുന്നതെന്ന് പറയുന്നത് പോലെ ഒരു ടേസ്റ്റ് മേക്കറാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെക്കാം. പിന്നെ അടച്ച് വെച്ചിരുന്നിട്ട് സെർവ് ചെയ്യുകയാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ദാണ്ട് ഈ പാകമായി. ഇനി സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ നല്ല രുചികരമായ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലിൽ കയറി ഇത് കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ചപ്പാത്തിയും കറിയും കഴിക്കാം. ചപ്പാത്തിയും കറിയും സലാഡുമാണ് ഇന്ന് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിന്നർ കഴിക്കാൻ വരൂ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഡിന്നർ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.